ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വന്ദനയും ദിയയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അച്ഛാ, പറയാം. സമയവും കാലവും തിഥിയും പക്കവും ഒന്നും നോക്കാതെയാണല്ലോ പുതിയൊരു അതിഥി വന്ന് കയറിയത്. ദോഷജാതകമുള്ള ആ ആളിന്റെ രംഗപ്രവേശം മൂലമാണ് ഇവിടെ ദുരിതങ്ങളും നാശങ്ങളും ഒക്കെ ആരംഭിച്ചിരിക്കുന്നത്. അതിനി തുടരുകയും ചെയ്യും. പിന്നെ ഒരു കുട്ടിയുടെ സാന്നിധ്യവും കാണുന്നുണ്ട്. ആ കുട്ടിയും കരിഞ്ചാതകക്കാരിയാണ്. ആ കുട്ടി ഇവിടെ താമസിച്ചാൽ കുറുപ്പ് സാറിന് അപമൃത്യു തന്നെ സംഭവിക്കാം. അവളുടെ ജാതകം ഇതിനകം തന്നെ ജന്മം നൽകിയവരുടെ ജീവൻ എടുത്തതായിട്ടും ഫലം കാണിക്കുന്നു. ജോത്സ്യരെ, ഇതൊക്കെ ആരുടെ പലകയിലെ സൂചനകളാണോ? അതെ, ആരുടെ പലകയിലെ നീചഗ്രഹങ്ങളൊക്കെ ചില ദോഷജാതകങ്ങളുടെ വരയിൽപ്പെട്ട് കുറുപ്പ് സാറിന് മരണമണി മുഴക്കിയിരിക്കുന്നു. കൊള്ളാം, നല്ല സാഹിത്യ ഭാഷ. അല്ല, ഇതൊക്കെ ജോൽസിന്റെ തന്നെ ഭാഷയാണോ അതോ ഇവിടെ ആരെങ്കിലും എഴുതി തന്ന് പഠിപ്പിച്ചു വിട്ടതാണോ? ജഗാബ്, ജോത്സ്യരെ പരിഹസിക്കരുത്. എന്ത് അഹങ്കാരം നീ കാണിക്കുന്നതെന്നറിയോ? ഫലം പറയുന്ന സമയത്ത് വെറുതെ വായി തോന്നുന്ന വിളിച്ചു പറഞ്ഞ് ജോത്സ്യനെ വരട്ടുന്നു. ജോത്സ്യരെ, നിങ്ങളെ ക്ഷണിച്ചു വരുത്തിയ ഞാനാണെങ്കിൽ തിരിച്ചു സുരക്ഷിതമായി എത്തിക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ട്. ശാസ്ത്രവിധി പ്രകാരം പഠിച്ച കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടി പറയുമ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞ് മെക്കിട്ട് കയറുന്നത് മര്യാദയല്ല. ജോത്സ്യം പറഞ്ഞതൊക്കെ 100% ശരിയാണെന്ന് അപ്പച്ചയെ പോലെ തന്നെ ഞാനും വിശ്വസിക്കുന്നത്. ദോഷങ്ങൾ കണ്ടുപിടിച്ച ജോത്സ്യം തന്നെ ദോഷപരിഹാരങ്ങളും പറയണ്ടേ അപ്പച്ചി? വേണം. ദോഷപരിഹാരം പറയണം ജോത്സ്യരെ. അല്ല, ധൈര്യമായിട്ട് പറയണം ജോത്സ്യരെ. ചേർച്ചയില്ലാതെ നടന്ന ഈ വിവാഹബന്ധം ഉപേക്ഷിക്കണം. ജാതകദോഷമുള്ള ജന്മങ്ങൾ ഈ തറവാട്ടിൽ നിറങ്ങാതെ ഇവിടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിയാൻ പോകുന്നില്ല.
എന്നാ ഞാൻ ഇറങ്ങുകയാണ്. എടാ, നിന്റെയും കുടുംബത്തിന്റെ ആയുസിന്റെയും നിലനിൽപ്പിന്റെയും പ്രശ്നമാ മുന്നിൽ വന്നു കിടന്ന് താണ്ടവാടുന്നത്. തീരുമാനം പറയണം. വന്ദനയും ദിയയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അച്ഛാ, 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 ഞാനും എന്റെ മോളും ആർക്കും ഒരു തടസ്സമാവാൻ നിൽക്കുന്നില്ല. വന്ദനെ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഭ്രാന്ത് വിളിച്ച് പറഞ്ഞു എന്ന് വെച്ച് വന്ദനെ, വാ മോളെ. സുമയ്ക്ക് അഭിപ്രായമൊന്നും ഇല്ലേടി? ഭർത്താവിന്റെ തീരുമാനത്തിന് വേണ്ടി നിൽക്കണോ, എന്റെ മകന്റെ ജീവിതത്തിന് വേണ്ടി നിൽക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നു മാത്രം എനിക്കറിയാം, ഈ കുടുംബത്തിൽ അവസരങ്ങൾ ഉണ്ടായത് നാത്തും വന്നു കയറിയതിന് ശേഷം. അല്ലാതെ വന്ദനയും മോളും വന്നിട്ടൊന്നും അല്ല. സുബലതേ, മാനത്തെ കൊട്ടാരം